ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രോമിസ് ഓഫ് ദ ഡേ എന്ന പ്രഭാത വാട്സപ്പ് സന്ദേശത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചന ധ്യാനവും പ്രാർത്ഥനയും നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിശുദ്ധ വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 16-ാമത്തെ വാക്യം. എബ്രായർ 13:16 പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നമ്മൾ മനുഷ്യരായ നാം പലപ്പോഴും പലതും മറന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുന്നതിലൂടെയും കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിലൂടെയും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിലൂടെയും ഒരു വിശ്വാസി ലോകത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ദൈവിക ആലോചനകൾ നമുക്ക് കേൾക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളും ദൈവത്തിൻ്റെ ആലോചനകളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്നു. ഇവിടെ എബ്രായ ലേഖനകർത്താവ് സഭയെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും ഒരിക്കലും ഒരു ദൈവ പൈതൽ മറക്കാനായിട്ട് പാടില്ല. മറ്റുള്ളവർക്ക്, ആവശ്യത്തിലിരിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ, വേദനയിലിരിക്കുന്നവരോടൊപ്പം കൂട്ടായ്മ കാണിക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു അടയാളവും അനുഭവമായി തീരുന്നു. നമുക്ക് യേശു ക്രിസ്തുവിലേക്ക് നോക്കിയാൽ വിശുദ്ധ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു കർത്താവും നന്മ ചെയ്തുകൊണ്ട് ജീവിതയാത്ര നയിച്ചു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 10:38 അങ്ങനെ വായിക്കുന്നു. ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ടും അവൻ നന്മ ചെയ്തും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചു എന്നാണ്. യേശുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മുഴുവനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരുന്നു. ആരൊക്കെ ആവശ്യത്തിലിരുന്നുവോ അവരുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെട്ടു. രോഗികളെ സൗഖ്യമാക്കിയും വേദനിക്കുന്നവരുടെ നിലവിളി കേട്ടും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം നൽകിയും പ്രത്യാശയുടെ വചനങ്ങൾ നൽകിയും യേശു ജനത്തെ ആശ്വസിപ്പിച്ച് നന്മ ചെയ്യുന്ന ഒരു ജീവിതം നയിക്കാനായിട്ട് സ്തോത്രം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊരാശ്വാസമായി തീരാൻ, അവരുടെ വേദനയിൽ അവർക്ക് ധൈര്യം പകരാൻ, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായൊരു സംഗതിയാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൽ കയ്യനും ഹാബേലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴിപാട് കൊണ്ടുവന്നിട്ട് ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ വിഷണ്ണനായിരിക്കുന്ന, ദുഃഖിതനായിരിക്കുന്ന കയ്യനോട് ദൈവം പറയുന്നത് ഉൽപ്പത്തി 4:7, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാവും. ഒരിക്കൽ ഒരു ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഗുരുവിൻ്റെ അടുക്കൽ പഠിക്കുന്നതിന് 2 വിദ്യാർത്ഥികൾ ചെന്നു. അവർ ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അങ്ങയുടെ കീഴിലിരുന്ന് പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. ഗുരു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് വയ്ക്കുകയാണ്. ആ പരീക്ഷയിൽ അല്ലെങ്കിൽ ആ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ ശിഷ്യന്മാരായി സ്വീകരിച്ചു കൊള്ളാം. എന്നിട്ട് ഈ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ നാളെ വരും. അപ്പോൾ നിങ്ങളുടെ വീട് എന്തെങ്കിലും കൊണ്ട് നിറച്ച് നിങ്ങൾ ഫുള്ളാക്കിയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ശിഷ്യന്മാരും വീട്ടിലേക്ക് പോയി. അവരുടേതായിട്ടുള്ള മുറികളെ എന്തുകൊണ്ട് നിറയ്ക്കാം എന്ന് അവരാലോചിച്ചു. ഒരാൾ ആ വ്യക്തിയുടെ മുറി ചപ്പുചവറുകളെല്ലാം വാരി നിറച്ച് ആ മുറി അതിനെ നിറയ്ക്കാനായിട്ടിടയായി. എന്നാൽ വേറൊരാൾ അതിനകത്ത് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഇടയായില്ല.
ഒന്നാമത്തെ വ്യക്തിയുടെ അടുക്കൽ വന്ന് ആ മുറി തുറന്നപ്പോൾ അതിനകത്ത് നിന്ന് ദുർഗന്ധമാണ് ഈ ഗുരുവിന് ലഭിച്ചത്. അതുകൊണ്ട് അദ്ദേഹം വളരെ ദുഃഖിതനായി പോയി. എന്നാൽ രണ്ടാമത്തെ ആള് എൻ്റെ വീട്ടിൽ ചെന്ന് ആ വീടിൻ്റെ മുറി തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് സൗരഭ്യം പുറത്തു വരാനിടയായെന്നാണ്. കാരണം ഇദ്ദേഹം കുറെ കുന്തുരുക്കം വാങ്ങി മുറിയുടെ ജനലും വാതിലും എല്ലാം അടച്ചിട്ട് അതിനകത്ത് അത് കത്തിച്ചു വയ്ക്കാനിടയായി. ഗുരു വന്നപ്പോൾ മുറിക്കകമെല്ലാം സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് മനസ്സിലാക്കാനിടയായത്. നമ്മുടെ ജീവിതവും ദൈവസ്നേഹത്തിൻ്റെ സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നന്മയുടെ സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അത് സൗരഭ്യം പരത്തുന്നതായിട്ടുള്ളൊരു അനുഭവമായി തീരും. അതുകൊണ്ട് തന്നെ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഒരു പുതിയ തീരുമാനത്തോടുകൂടി ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. യേശു ക്രിസ്തുവിനെ പോലെ നമുക്കും നന്മയുടെ മാതൃകകളായിട്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് മാതൃകയായി ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച ഞങ്ങളുടെ കർത്താവായ യേശുവേ, അവിടുത്തെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയായി തന്നിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ദൈവമേ, തിരുവെഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുതെന്നാണ് കർത്താവേ. ഞങ്ങളുടെ ചുറ്റുപാടിൽ വേദന അനുഭവിക്കുന്നവരെയും രോഗികളായിരിക്കുന്നവരെയും വിഷണ്ണ മനസ്സോടുകൂടി ഇരിക്കുന്നവരെയും സന്ദർശിക്കുവാനും അവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാനും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാനുമുള്ള കൃപ ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിച്ചിരിക്കുന്ന ആരെങ്കിലും കർത്താവെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ദാഹിച്ച്, കർത്താവെ ആശ്വാസത്തിന് വേണ്ടി ദാഹിച്ച്, എന്നെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ടാവാം. ദൈവമേ, അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം അവരുടെ മേൽ വയ്ക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ സൗരഭ്യം അവരുടെ ജീവിതത്തിലും ഭവനത്തിലും നിറയുവാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാപൂർവം ജയനച്ചൻ.